ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് റെസിപ്പിയാണ്. നാളികേരൊന്നും ഇല്ലാണ്ട് നല്ല സ്പെഷ്യൽ മസാല കൂട്ടോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഫിഷ് കറിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും കണ്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ മുൻപും ചില സ്ഥലങ്ങളിലത്തെ ഫിഷ് കറികൾ, നെല്ലൂർ സ്റ്റൈല്, അതുപോലത്തെ വേറെ സ്റ്റൈല് ഫിഷ് കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വേറൊരു രീതിയാണ്, എന്നാൽ ചില ഇൻഗ്രീഡിയൻസ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ മത്സ്യ ഫിഷറീസിൽ നിന്ന് തിരുത മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഏത് ഫിഷ് വെച്ചിട്ടും നമുക്ക് ഈ ഫിഷ് കറി ഉണ്ടാക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ചാളയായാലും അയിലയായാലും ഏത് ഫിഷ് ആയാലും ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ്. മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നുമില്ല. അപ്പൊ അവരുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഫിഷ് റെസിപ്പീസ് ആയിട്ടുള്ള ഫിഷുകൾ വെച്ചിട്ടുള്ള റെസിപ്പീസ് ആണ്. അപ്പൊ നിങ്ങൾ മിക്ക ഫിഷുകൾ തപ്പിയാലും അതിൽ കിട്ടും, റെസിപ്പി കിട്ടും നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഓക്കെ, നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 1 കിലോ ഫിഷ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫിഷ് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് സോൾട്ടും ചെറുനാരങ്ങ നീരും പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കണം കേട്ടോ. ഇപ്പൊ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിന്റെ സ്പെഷ്യൽ മസാല കൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. അത് 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നിറച്ചിട്ടാ. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, അതായത് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്താൽ മതി. ഒരു കറിയാമ്പൂ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തൊലിയോട് കൂടിയിട്ടാണ് വെളുത്തുള്ളി ഞാൻ ഒരു 6-7 എണ്ണം ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കൊരു 4-5 പച്ചമുളക്. അപ്പൊ ഞാൻ വലിയ മുളകായ കാരണം 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. മുട്ട വേണം. മുട്ടയുടെ ഉണ്ണിയാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഏത് സമയത്താണ് ചേർക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ മസാലകള് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയുടെ കപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിയാമ്പു, മല്ലിപ്പൊടി, പെരിഞ്ചീരകം ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ ഈ കറിയുടെ. ഒരു 4-5 ടൊമാറ്റോ എടുക്കും. ഞാൻ 4 വലിപ്പത്തിലുള്ള ടൊമാറ്റോ എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്ന് ഈ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതാണ്. ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ടൊമാറ്റോയ്ക്ക് നമ്മളിപ്പോ അരച്ചു വെച്ചില്ലേ, ഈ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പച്ചമുളക് ഉണ്ടല്ലോ, ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ എഗ് ഒന്ന് പൊട്ടിക്കാം. അപ്പൊ ഇതിന്റെ വൈറ്റ് നമുക്ക് വേണ്ട കേട്ടോ. യെല്ലോ മാത്രം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് വെക്കാം. സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. നമുക്കിത് പിന്നെയും വേവിക്കാനുള്ളതാണ്. അപ്പൊ ഇത് ഒരുവിധം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ മാറി ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. നമ്മളിവിടെ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. വാളൻപുളി, ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻപുളിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തി വെക്കണം. നമ്മളൊരു മൺചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പൊ വെളിച്ചെണ്ണ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലത്തെ എണ്ണ അങ്ങനെ ചൂടാവുന്നുണ്ട്. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്
ഒരു വലിയ നുള്ള് നല്ല ജീരകവും ഒരു 1/2 ടീസ്പൂണോളം കടുകും. ഇത് രണ്ടും കൂടിയാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പില. സവാള ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നന്നായി മൂക്കണം എന്നില്ല ഈ ഒരു സ്റ്റേജില്. അപ്പൊ ഞാനൊരു 1.5 മിനിറ്റാണ് ഞാൻ വഴറ്റിയത്. നമ്മള് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ തക്കാളി ആ മസാലയൊക്കെ കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതും കൂടി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. അതായത് ഒരു നല്ല കുഴമ്പ് പരിവാവണം. അത് വെന്തിട്ട് ഈ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വെന്തുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ തേനാണ്. തേൻ ഒരു 2 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഒരു പ്രത്യേക രുചിയുള്ള ഒരു മീൻകറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒരെണ്ണം നമ്മുടെ എഗ്ഗിന്റെ യോക്ക്, പിന്നെ ഈ തേൻ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഹണിയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിക്കാനുള്ളത് നമ്മുടെ പുളിവെള്ളമാണ് കേട്ടോ. അപ്പൊ ഈ ഇതൊന്ന് കുതിർന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇട്ട് വെച്ചതല്ലേ. ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫിഷ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ ഫിഷില് ഉപ്പിട്ട് വെച്ചതാണ് കാരണം പിന്നെ നമ്മൾ ഇനി വീണ്ടും ഉപ്പിടുന്നില്ല കേട്ടോ. നേരത്തെ നമ്മൾ പിന്നെ മസാല കൂട്ടുമ്പോ ആ സമയത്ത് കുറച്ച് സോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ഗ്രേവിയിലേക്ക് ആവണ പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കേട്ടോ. അപ്പൊ ഒരു 5 മിനിറ്റ് നമുക്ക് ആദ്യം വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇരുന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പൊട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് പതുക്കെ ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മല്ലിയില ഇട്ടതിന് ശേഷം കുറച്ച് നേരം നമ്മൾ മൂടി കൊണ്ട് നിന്ന് അടച്ചു വെക്കാം. എന്നിട്ട് വേണം അപ്പൊ ആണ് അതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ അതിലേക്ക് അങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് വേണം ഉപയോഗിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു സ്പെഷ്യൽ ഒരു മസാല കൂട്ടാണ്
ഒരു വെറൈറ്റി ടേസ്റ്റ്, സാധാരണ വിട്ട് ഒരു ചെറിയൊരു ചേഞ്ച് ആണ്. അപ്പൊ എന്തായാലും അടുത്ത പുതിയ റെസിപ്പിയുമായി കാണാം.